ഹായ്, ഹലോ, നമസ്കാരം, ഹരി ഓം. രാത്രിയിൽ ഇങ്ങനെ 9 മണി 9:15 9:30 ആകാറായി. അന്നേരം ഞാൻ വിചാരിച്ചു കുളിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്നപ്പോൾ പിന്നെ അതിന് വേണ്ടി ഒന്ന് ഒരുങ്ങി. അപ്പം രാത്രി ആയതുകൊണ്ട് പൊട്ടൊക്കെ തൊട്ട് അല്ലെങ്കിൽ വീഡിയോ എടുക്കേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ പുസ്തകമൊക്കെ എടുത്തൊന്ന് സഹസ്രനാമമൊക്കെ ജപിച്ചിട്ടൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചു. പകൽ സന്ധ്യയ്ക്ക് സമയമില്ലല്ലോ, രാവിലെ കിട്ടും. വൈകിട്ട് പിന്നെ കടയിലൊക്കെ ആയതുകൊണ്ട് പിന്നെ കടയിൽ നമ്മളിരുന്ന് ജപിക്കാൻ തുടങ്ങിയാലും ചിലപ്പോൾ ആരെങ്കിലും വരും, അങ്ങനെ പിന്നെ അത് തടസ്സപ്പെട്ടു പോകത്തില്ലേ. അതുകൊണ്ട് ഞാൻ അതിനൊരുങ്ങത്തില്ല. വൈകിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ചില സമയം അതിനും കൂടെ മാറ്റി വെക്കും. എന്നാലും ഒരു മനസ്സമാധാനമുള്ളൂ അല്ലേ, സമാധാനമുള്ളൂ. അങ്ങനെ അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുക്കാമെന്ന്. അപ്പോൾ സമയം ഒത്തിരിയായി. ഇന്നിനിയും രാത്രി ഇത് ഇടാൻ പറ്റുമെന്ന് പോലും അറിയത്തില്ല. എന്നാലും ഇപ്പോൾ പ്രാർത്ഥിക്കണം, എല്ലാവരും പ്രാർത്ഥിക്കണം. അതിന് നമ്മൾ എപ്പോഴേലുമൊക്കെ ഒരു സമയം കണ്ട് ഇപ്പം രാത്രി 9:30 ഇന്ന സമയത്തൊന്നൊന്നുമില്ല. നമുക്ക് രാവിലെ നമുക്ക് നല്ലത്, നമ്മൾ ഒരു മാറ്റമൊക്കെ പറയത്തില്ലേ, ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നത് ഭയങ്കരമായ ഒരു മാറ്റം നമ്മളിലുണ്ടാക്കുമെന്ന്. അത് സത്യം തന്നെയാണ്. പിന്നെ നമ്മൾ അതിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ പിന്നെ ഇതൊക്കെ ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിച്ചില്ലെങ്കിൽ ഒരു ഉന്മേഷമില്ലായ്മയുണ്ടല്ലോ. അത് എനർജി, ഞാൻ പറയുന്നത് എൻ്റെ എനർജി ബൂസ്റ്ററാണെന്നാണ് പറയുന്നത്. എനർജി നമ്മൾ ഫോണൊക്കെ ചാർജ് കുത്തി അല്ലേ ഫില്ലാക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ്. നമുക്കിതൊക്കെ ജപിച്ചാലേ നമുക്കൊരു എനർജി വരത്തുള്ളൂ, നമുക്ക് ചാർജ് ആകത്തുള്ളൂ എന്ന് പറഞ്ഞ പോലെയാണ്. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മൾ ഇതിലോട്ടൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ ഇതൊക്കെ നമ്മൾ പിന്നെ ഒരു ദിവസം നമുക്ക് അല്ലെങ്കിൽ ജപിച്ചില്ലെങ്കിലോ പ്രാർത്ഥിച്ചില്ലെങ്കിലോ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകുന്നൊരവസ്ഥയുണ്ടല്ലോ, അതിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എത്തിച്ചേരും. അപ്പം അങ്ങനെയൊക്കെ എല്ലാവരും അത് ഏത് പ്രാർത്ഥന ഇപ്പം എല്ലാവരും കൃപാസനത്തിലൊക്കെ പോയി പ്രാർത്ഥിക്കുക, ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക. പക്ഷെ അതൊക്കെ സത്യമായ കാര്യമാണ്. ഞാൻ പോയിട്ടില്ല, പക്ഷെ പോയവരൊക്കെ പറയുന്നത് കേൾക്കാം. അവിടെ ചെല്ലുമ്പോൾ അച്ഛനെ ഒരു പുസ്തകം കൊടുക്കും, ഇന്ന സമയത്ത് ഇന്ന പോലെയൊക്കെ പ്രാർത്ഥിക്കണം, പിന്നെന്തുവാ ആരുടെയും കുറ്റം പറയരുത് അല്ലേ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഉടമ്പടി തരുമെന്ന്. പക്ഷേ ശരിക്കും നമ്മളെ അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയാണ് നമ്മൾ. അപ്പോൾ അങ്ങനെ ഒരാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോഴാണ് അവരുടെ കാര്യങ്ങൾ സാധിക്കുന്നത്. അപ്പം നമ്മളത് ജീവിതത്തിലുടനീളം അത് മുന്നോട്ട് കൊണ്ടുപോകണം. നമ്മളൊരു കാര്യം സാധിച്ചു അല്ലേ, പിന്നെ അതങ്ങ് നിർത്തി അപ്പം അങ്ങനെ പോകുന്നവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ കറക്റ്റായിട്ട് അത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങൾ നടക്കും. ശരിക്കും നമ്മളെ അതൊക്കെ നമ്മളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത് തന്നെയാണ്. ഞാൻ അതിന് നമ്മൾ അങ്ങനെ ഒരു കളിയാക്കൽ അങ്ങനെ ചിലരൊക്കെ പറയുമല്ലോ അങ്ങനെ, പക്ഷെ അതൊന്നും അതൊക്കെ സത്യമായ കാര്യം തന്നെയാണ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് ശരിക്കും നമ്മളെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതാണ് ഈ ഉടമ്പടി പ്രാർത്ഥന. ഉടമ്പടി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ഒരു കാര്യസാധ്യം കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിന് പുറത്ത് പോകരുത്. ചിലർ പോയാൽ നടക്കത്തുമില്ല. പക്ഷേ അപ്പോൾ അവിടെ ഒരു ഉടമ്പടിയുണ്ട്, ഇന്ന പോലെയൊക്കെ നീ പ്രാർത്ഥിക്കണം, എന്നാൽ അപ്പം അത് നടക്കും. അപ്പോൾ നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. അങ്ങനെയാണ് അതിൻ്റെ അത് എല്ലാ പ്രാർത്ഥനയ്ക്കും അങ്ങനെയൊക്കെ തന്നെയാണ്. ഇത്രയും മതിയോ അത്രയും മതിയോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ മനസ്സിന് എത്ര ഇത് വരുന്നോ അത്രയും നമ്മൾ പ്രാർത്ഥിക്കുക. പിന്നെ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ച് പിന്നെന്തോ പ്രത്യേകിച്ച് ഒരുപാട് കാര്യമൊന്നും പറയാൻ തോന്നുന്നില്ല. അപ്പോൾ എല്ലാവരും വൈകിട്ടോ സമയം കിട്ടുമ്പോഴൊക്കെ പ്രാർത്ഥിച്ച് വെളുപ്പിനെ എഴുന്നേറ്റ് തുടങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ വെളുപ്പിനെയൊക്കെ എഴുന്നേൽക്കണം. ഞാനൊക്കെ അങ്ങനെയായിരുന്നു. വെളുപ്പിനെയൊക്കെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ പിന്നെയാണ് നമുക്കൊരു മാറ്റമൊക്കെ വരാൻ തുടങ്ങിയത്. അന്നേരമാണ് ശരിക്കും അത് പിന്നെ നമുക്കിങ്ങനെ പതുക്കെ പിന്നെ ഇങ്ങനെ വരും. പിന്നെ ഇപ്പം നമ്മൾ ഇന്ന് ജപിച്ചില്ലല്ലോ, അയ്യോ എങ്ങനെ അല്ലേ, നമുക്കൊരു വിഷമം വരുന്ന ഒരവസ്ഥ. ഇല്ലെങ്കിൽ നമുക്ക് അങ്ങനെ വരത്തില്ലല്ലോ. ഇന്നില്ല, നാളെ പ്രാർത്ഥിക്കാം, അല്ലേ അടുത്ത ദിവസം പ്രാർത്ഥിക്കാം, വേണ്ട, ഇങ്ങനെ കളയത്തില്ലേ. ഇത് നമ്മൾ കറക്റ്റായിട്ട് അപ്പം നമുക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് പിന്നെ നമുക്ക് ഇന്ന സമയം നമുക്ക് ഇപ്പോൾ എവിടെയെല്ലാം ജോലിക്ക് പോകുന്നവർക്ക് ഇപ്പം കറക്റ്റായിട്ട് പോയി സന്ധിക്കിരുന്ന് ജപിക്കാൻ പറ്റും. പിന്നെ നാരായണായെന്നോ ഓം നമഃ ശിവായോ അവരവർക്ക് ഇഷ്ടമുള്ള എന്താണെന്നോ അത് ജപിച്ചാലും മതി. പിന്നെ സഹസ്രനാമമൊക്കെ ജപിക്കാൻ നമ്മൾ പതുക്കെ ഇപ്പം പെട്ടെന്ന് ഞാനൊക്കെ ഈ സഹസ്രനാമമൊക്കെ ജപിച്ചത് തന്നെ ഞാൻ ഓർക്കുന്ന പുസ്തകം മലയാളപ്പുഴ അമ്പലത്തിൽ പോയിരുന്ന് അവിടെ നിന്നൊരു സഹസ്രനാമ പുസ്തകം മേടിച്ചിട്ട് ഒട്ട അക്ഷരത്തെറ്റിലിരുന്ന് ജപിച്ചതാണ്. ചൊല്ലാനും അറിയത്തില്ല, ഒന്നും അറിയത്തില്ല. അക്ഷരത്തെറ്റിൻ്റെ കൂമ്പാരത്തിലാണ് ചൊല്ലി പഠിച്ച് എത്രയോ നാളെടുത്താ പിന്നൊന്ന് നാക്കിന് ഒരിത് വന്നത്. അങ്ങനെ തുടങ്ങുമ്പോഴൊക്കെ നമുക്ക് തെറ്റിലൂടെയൊക്കെ പഠിക്കാൻ പറ്റത്തുള്ളൂ. അതിലൊന്നും കാര്യമില്ല. എനിക്ക് ചൊല്ലാൻ അറിയത്തില്ല, എനിക്ക് അതറിയത്തില്ല, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. എല്ലാവർക്കും പറ്റും. പക്ഷേ നമ്മളതും
നല്ലതാണ്, അതും ജപിക്കുന്നത് നല്ലതാണ്. നമുക്ക് വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാകും. അപ്പോൾ ഇനി കുറേ കാര്യങ്ങളൊക്കെ കുറേ എൻ്റെ കുഞ്ഞു കുഞ്ഞറിവിൽ നിന്ന് എനിക്കുണ്ടാകുന്ന അനുഭവങ്ങളൊക്കെ ഞാൻ പങ്കുവെക്കാം. അതൊക്കെ തന്നെയാണ് എൻ്റെ ഉദ്ദേശം. അല്ലാതെ കണ്ടൻ്റ് ഒന്നും ഉണ്ടാക്കി വീഡിയോ ഇടാനൊന്നുമുള്ള ബുദ്ധിയൊന്നുമില്ല, ബോധമൊന്നുമില്ല. ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞറിവുകളൊക്കെ ഉള്ളൂ. ഇതൊക്കെ പങ്കുവെക്കാം എന്നാണ് എൻ്റെ വീഡിയോയിൽ കൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പറയാനുള്ളതൊക്കെ ഞാനിവിടെ വന്നിരുന്ന് ഇങ്ങനെ പറയും.